ആത്മഹത്യയിൽ അഭയം തേടിയ ബിസിനസ്സുകാരുണ്ട്. ആത്മഹത്യയെ അതിജീവിച്ച ബിസിനസ്സുകാരുണ്ട്. ഡോക്ടർ റോയ് ആത്മഹത്യയിൽ അഭയം തേടിയ ബിസിനസ്സുകാരനാണ്. എന്നാൽ ആത്മഹത്യയെ അതിജീവിച്ച ബിസിനസ്സുകാരും നമ്മുടെ നാട്ടിലുണ്ട്. അവരെക്കുറിച്ചാണ് ഈ എപ്പിസോഡിൽ ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് എൻ്റെ ചില നിരീക്ഷണങ്ങൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ആദിവാസികൾ ആത്മഹത്യ ചെയ്യാറില്ല. ഇനി അഥവാ ആത്മഹത്യ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ വളരെ വളരെ അപൂർവമായിരിക്കും. ആധുനിക ജീവിതത്തിൻ്റെ എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ച് നാട്ടിൽ ജീവിക്കുന്ന, ചലിക്കുന്ന കൊട്ടാരങ്ങളിൽ താമസിക്കുന്ന, എയർ കണ്ടീഷൻഡ് മുറികളിൽ ഉറങ്ങുന്ന മനുഷ്യരാണ് ആത്മഹത്യ ചെയ്യുന്നത്. എന്നാൽ കാട്ടിലെ വന്യമൃഗങ്ങൾക്കിടയിൽ ഏത് നിമിഷവും ജീവിതം നഷ്ടപ്പെട്ടു പോകാൻ കഴിയുന്ന സാഹചര്യത്തിൽ ജീവിക്കുന്ന ആദിവാസികൾ ആത്മഹത്യ ചെയ്യുന്നത് വളരെ വിരളമാണ്, വളരെ അപൂർവമാണ്. എന്താണ് ആദിവാസികൾ ആത്മഹത്യ ചെയ്യാത്തത്? അതിൻ്റെ വളരെ സിമ്പിളാണ്. കാരണം അവർക്ക് ആഗ്രഹങ്ങളേ ഉള്ളൂ, അത്യാഗ്രഹങ്ങളില്ല. രണ്ടാമത്, അവർ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന ആളുകളാണ്. മൂന്നാമത്, ആദിവാസികൾ ഇന്നാണ് ജീവിക്കുന്നത്, നാളെയല്ല. നാളെയെക്കുറിച്ച് വലിയ സ്വപ്നങ്ങളുള്ള ആളുകളല്ല. ഇന്നത്തെ ജീവിതം ജീവിച്ചു തീർക്കുന്ന ആളുകളാണ്. അപ്പം നമ്മുടെ ജീവിത ശൈലിയാണ്, നമ്മുടെ അത്യാഗ്രഹമാണ്, നമ്മുടെ സ്വാർത്ഥതയാണ് അടിസ്ഥാനപരമായി ഒരു മനുഷ്യനെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന പല കാരണങ്ങളിൽ ചിലത് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ ബിസിനസ്സുകാരുടെ ആത്മഹത്യ, പ്രത്യേകിച്ച് റോയിയുടെ ആത്മഹത്യ, ഒരു കാരണം അദ്ദേഹത്തിൻ്റെ ആഡംബര ജീവിതവും മഹത്വാകാംക്ഷയുമായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ജീവിതം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ആ കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോയിലൂടെ ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ആത്മഹത്യ ചെയ്ത ചില ബിസിനസ്സുകാരെക്കുറിച്ചാണ്. അതിൽ ആത്മഹത്യ ചെയ്ത ബിസിനസ്സുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ ഓർമ്മയിൽ വരുന്ന പ്രധാനപ്പെട്ട ആൾ VG സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ഒരു യുവ വ്യവസായിയാണ്. അദ്ദേഹം കർണാടകക്കാരനാണ്. കഫേ കോഫി ഡേ എന്ന സ്ഥാപനത്തിൻ്റെ ചെയർമാനായിരുന്നു. ഒരു വലിയ വ്യവസായ ശൃംഖല തന്നെ, വ്യാപാര ശൃംഖല തന്നെ കഫേ കോഫി ഡേയുടെ അദ്ദേഹം സ്ഥാപിക്കുകയുണ്ടായി. വളരെ പെട്ടെന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ പിടിച്ചു വന്ന ഒരു ബ്രാൻഡാണ് കഫേ കോഫി ഡേ. 2019 വളരെ ആകസ്മികമായി VG സിദ്ധാർത്ഥ് ആത്മഹത്യ ചെയ്തപ്പോൾ ബാംഗ്ലൂർ വ്യവസായികൾ മാത്രമല്ല, ഇന്ത്യയിലെ പല വ്യവസായികളും അത്ഭുതപ്പെട്ടുപോയി. അത്രമാത്രം ഒരു വൈബ്രേറ്റിംഗ് പേഴ്സണാലിറ്റി ആയിരുന്നു VG സിദ്ധാർത്ഥ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, അദ്ദേഹം SM കൃഷ്ണയുടെ, കർണാടക മുഖ്യമന്ത്രിയായിരുന്ന SM കൃഷ്ണയുടെ മരുമകനാണ്. കൃഷ്ണയുടെ മകൾ മാളവിക ഹെഗ്ഡെയാണ് VG സിദ്ധാർത്ഥ് വിവാഹം ചെയ്തത്. സിദ്ധാർത്ഥിൻ്റെ കാര്യപ്രാപ്തിയും കഴിവും ഇതൊക്കെ കണ്ടുകൊണ്ടാണ് SM കൃഷ്ണ മകളെ സിദ്ധാർത്ഥിന് വിവാഹം കഴിച്ച് കൊടുത്തത്. സിദ്ധാർത്ഥിൻ്റെ ആത്മഹത്യയിലും ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹം വാഹനത്തിൽ വരുമ്പോൾ കാറിൻ്റെ പിൻസീറ്റിലാണ് അദ്ദേഹം ഇരുന്നത്. ഡ്രൈവർ കാർ ഓടിച്ചു വരികയാണ്, ലക്ഷറി കാറാണ്. ഒരു പാലം കടന്നു വന്നപ്പോൾ അദ്ദേഹം ഡ്രൈവറോട് പറഞ്ഞു, വാഹനം നിർത്താൻ പറഞ്ഞു. ഡ്രൈവർ വാഹനം നിർത്തി. സിദ്ധാർത്ഥ് വാഹനത്തിൽ നിന്നിറങ്ങി കുറച്ച് ദൂരം പാലത്തിലൂടെ നടന്നു. വീണ്ടും വന്ന് വാഹനത്തിൽ കയറി. ഒരു നിമിഷം ആലോചിച്ചിട്ട് വീണ്ടും കാറിൽ നിന്നിറങ്ങി പാലത്തിലേക്ക് തിരിച്ച് നടന്നു പോകുന്നു. പാലത്തിൻ്റെ നടുക്കെത്തി അദ്ദേഹം നദിയിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് ഞാൻ ഇവിടെ വായിച്ചത്. അപ്പോൾ സിദ്ധാർത്ഥിനെ പ്രേരിപ്പിച്ച ഓരോ ഘട്ടം നമ്മൾ ആലോചിച്ച് നോക്കണം. ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച് തന്നെയാണ് അദ്ദേഹം കാറിൽ തിരിക്കുന്നത്. നാളുകൾക്ക് മുമ്പ് തന്നെ, ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരിക്കാം. ഇറങ്ങി പകുതി നടന്നിട്ട് ആത്മഹത്യ വേണ്ട എന്ന് വെച്ച് തിരിച്ചു വരുന്നു. വീണ്ടും ആത്മഹത്യ ചെയ്യാനായിട്ട് ഇദ്ദേഹം പോവുകയും ചെയ്യുന്നു. ഇത്തരം ഒരു അവസാന നിമിഷങ്ങളെക്കുറിച്ച് ഞാൻ ഇവിടെ വായിച്ച എൻ്റെ ഓർമ്മയിലാണ് പറയുന്നത്. അത് തെറ്റാണെങ്കിൽ ദയവായിട്ട് ക്ഷമിക്കുക. എന്തായാലും VG സിദ്ധാർത്ഥ് എന്ന് പറയുന്ന പ്രമുഖനായ വ്യവസായി നദിയിൽ ചാടി ആത്മഹത്യ ചെയ്തു എന്നാണ് വാസ്തവം. ഇനി മറ്റൊരു വ്യവസായി കേരളത്തിൽ ആത്മഹത്യ ചെയ്ത ആളാണ് കപ്പൽ ജോയി എന്നറിയപ്പെടുന്ന ആൾ. കേരളത്തിലെ ഏറ്റവും വലിയ വീട് വെച്ച ആളാണ് കപ്പൽ ജോയി. അദ്ദേഹത്തിൻ്റെ വീടിനെക്കുറിച്ചുള്ള ഒട്ടേറെ ചിത്രങ്ങൾ നമ്മൾ കണ്ടു, ഒട്ടേറെ വീഡിയോകൾ നമ്മൾ കണ്ടു. അതൊരു വീടെന്ന് പറഞ്ഞാൽ ശരിയാവില്ല, അതിനെ ഒരു കൊട്ടാരം എന്നേ വിശേഷിപ്പിക്കാൻ പറ്റുള്ളൂ. ബക്കിംഗ്ഹാം കൊട്ടാരം പോലെ, പത്മനാഭപുരം പാലസ് പോലെ, കവടിയാർ പാലസ് പോലെ ഒരു പാലസാണ്. അതിനെ വീടെന്ന് പറയാൻ പറ്റില്ലല്ലോ. അത്ര ഒരു വലിയ വീടാണ്, ഒരു പാലസാണ് കപ്പൽ ജോയി വെച്ചത്. ശതകോടീശ്വരനായിരുന്നു. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, ആ വീട്ടിലെ മനസമാധാനത്തോടെ അദ്ദേഹത്തിന് അന്തി ഉറങ്ങാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ
ഒരു ബിസിനസ്സുകാരൻ്റെ ദാരുണമായ ഒരു അന്ത്യത്തെക്കുറിച്ച് നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. കപ്പൽ ജോയി ആത്മഹത്യ ചെയ്തു. മുത്തൂറ്റ് ഗ്രൂപ്പിൻ്റെ ചെയർമാൻ മുത്തൂറ്റ് ജോർജ്, അദ്ദേഹം ആത്മഹത്യ ചെയ്തത്, അദ്ദേഹം ശതകോടീശ്വരനാണ്. ഇന്ത്യയിൽ മുഴുവൻ വ്യാപിച്ച് നിൽക്കുന്ന വ്യവസായ ശൃംഖലയുടെ തലവനാണ്, ബാങ്കിങ് ശൃംഖലയുടെ തലവനാണ് മുത്തൂറ്റ് ജോർജ്. അദ്ദേഹം ദില്ലിയിൽ താമസിക്കുമ്പോൾ ഒരു കെട്ടിടത്തിൻ്റെ 15ാമത്തെ നിലയിൽ നിന്ന് താഴേക്ക് ചാടിയാണ് ആത്മഹത്യ ചെയ്തത്. വളരെ അപൂർവമാണ് അത്തരം ഒരു മാർഗ്ഗം ആളുകൾ സ്വീകരിക്കുന്നത്. ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ തന്നെ സാധാരണഗതിയിൽ ആളുകൾ ഭയപ്പെടും. പക്ഷേ 15ാമത്തെ നിലയിൽ നിന്ന് ചാടി തൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ മുത്തൂറ്റ് ജോർജിനെ പ്രേരിപ്പിച്ച മാനസിക ഭാവം എന്താണ് എന്ന് നമ്മൾ ആലോചിക്കുമ്പോഴാണ് ഒരു ബിസിനസ്സുകാരന് അനുഭവിക്കുന്ന അന്തർസംഘർഷങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബിസിനസ് മാന്യമായി നടത്തിയാൽ, നിയമാനുസൃതമായി നടത്തിയാൽ, രാജ്യത്തുള്ള നിലവിലുള്ള നിയമങ്ങൾക്കനുസൃതമായ ഒരു ബിസിനസ് നടത്തിയാൽ ഇത്തരം ഒരു ഗതികേട് ഒരു ബിസിനസ്സുകാരനുണ്ടാവില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ ബിസിനസ് വഴിവിട്ട മാർഗങ്ങളിലൂടെ ബിസിനസ് കൊണ്ടുപോകുമ്പോൾ, വഴിവിട്ട മാർഗങ്ങളിലൂടെ ധനം സമാഹരിക്കാൻ തുടങ്ങുമ്പോൾ, അവിഹിത മാർഗങ്ങളിലൂടെ പണം ആർജിക്കാൻ തുടങ്ങുമ്പോഴാണ് ഒരാളിൻ്റെ അധപതനം തുടങ്ങുന്നത് എന്നതിൻ്റെ ഉദാഹരണമാണ് ഈ ആത്മഹത്യകളിൽ പലതും. എല്ലാം എന്ന് ഞാൻ പറയുന്നില്ല, പലതും. ആത്മഹത്യ ചെയ്ത മറ്റൊരു പ്രമുഖനായ വ്യവസായിയായിരുന്നു മുരളീധര റാവു. മുരളീധര റാവു ടാറ്റ ഫിനാൻസ് ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യവസായിയാണ്. മുരളീധര റാവു കൃത്യമായിട്ട് ആത്മഹത്യ ചെയ്തതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായ വിവരം ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും അദ്ദേഹവും ആത്മഹത്യ ചെയ്ത പ്രമുഖ വ്യവസായികൾ, ഇന്ത്യൻ വ്യവസായികളിൽ ഒരാളാണ്. ഇനി ഞാനിപ്പോൾ താമസിച്ചുകൊണ്ടിരുന്ന കൊല്ലം പട്ടണത്തിൽ ഒട്ടേറെ കശുവണ്ടി വ്യവസായികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് ഗവൺമെൻറ്റിൻ്റെ നയങ്ങളും ബാങ്കിൻ്റെ ക്രൂരമായ പീഡനങ്ങളുമായിരുന്നു. ബാങ്കിൽ നിന്ന് കടമെടുത്താണ് എല്ലാ വ്യവസായികളും ബിസിനസ് നടത്തുന്നത്. കശുവണ്ടി വ്യവസായമാണ്. ചിലപ്പോഴേ ഉയർന്ന വിലയ്ക്ക് കശുവണ്ടി വിൽക്കാൻ പറ്റും, ചിലയ്ക്ക് പ്രതീക്ഷിച്ച വിലയ്ക്ക് വിൽക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും. നിസ്സാരമായ കാരണങ്ങൾ കൊണ്ട് പോലും കശുവണ്ടി കയറ്റി അയക്കുന്ന കശുവണ്ടി അതിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കഴിയുമ്പോൾ അതിൻ്റെ ഉപഭോക്താവ് അതിനെ തള്ളിക്കളഞ്ഞു എന്ന് വരാം. അങ്ങനെ ഒരുപാട് റിസ്ക്കുള്ള ബിസിനസ്സാണ് കശുവണ്ടി ബിസിനസ്. അതേസമയം വലിയ ലാഭമുള്ള ഒരു ബിസിനസ്സുമാണ് ഈ കശുവണ്ടി ബിസിനസ്. കൊല്ലം കശുവണ്ടി ബിസിനസ്സിൻ്റെ കേന്ദ്രമായിരുന്നു. കൊല്ലത്തെ കോടീശ്വരന്മാർ പലരും കശുവണ്ടി ബിസിനസ്സിലൂടെ പണം ആർജിച്ച ആളുകളാണ്. പക്ഷേ ഇപ്പോഴേ അടുത്ത കാലത്തായിട്ട് കശുവണ്ടി ബിസിനസ്സൊക്കെ ഇവിടെ നിന്നു. കാരണം നമ്മുടെ മിലിറ്റൻ്റ് ട്രേഡ് യൂണിയനിസത്തിൻ്റെ ഭാഗമായിട്ട് പല ഫാക്ടറികളും അടച്ചുപൂട്ടി. ഞാൻ മനസ്സിലാക്കുന്നതുകൊണ്ട് 3 ലക്ഷത്തിലധികം കശുവണ്ടി തൊഴിലാളികളെ തൊഴിലില്ലാത്ത സ്ഥിതിയിലേക്ക് അവരെ തള്ളിവിട്ടതിൻ്റെ ഉത്തരവാദിത്വം മിലിറ്റൻ്റ് ട്രേഡ് യൂണിയനിസത്തിന് തന്നെയാണ്. അതിനെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്തായാലും കൊല്ലത്തെ കശുവണ്ടി വ്യവസായത്തിൻ്റെ പ്രതാപം അസ്തമിച്ചു കഴിഞ്ഞു എന്നുള്ളതൊരു വാസ്തവമാണ്. ഈ കശുവണ്ടി വ്യവസായമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഓർമ്മയിൽ വരുന്ന വളരെ ദാരുണമായ ഒരു ആത്മഹത്യയുണ്ട്. എൻ്റെ പരിചയക്കാരനായ ഒരാൾ, അല്ലെങ്കിൽ എൻ്റെ ബന്ധുവിൻ്റെ ഒരു അടുത്ത സുഹൃത്ത്, അദ്ദേഹം കശുവണ്ടി ബിസിനസ് ചെയ്ത ആളാണ്, ഹോട്ടൽ ബിസിനസ് ചെയ്ത ആളാണ്, വളരെ മാന്യനാണ്, വളരെ സംസ്കാരമുള്ള ഒരാളാണ്, വളരെ മാന്യമായി ബിസിനസ് ചെയ്യുന്ന ഒരാളായിരുന്നു അദ്ദേഹം ആത്മഹത്യ ചെയ്ത രീതി ഇന്നും എന്നെ വേദനിപ്പിക്കുന്ന ഒന്നാണ്. ഒരിക്കൽ അദ്ദേഹത്തെ കണ്ട ആളുകൾ പിന്നെ അദ്ദേഹത്തിനെ മറക്കത്തില്ല. അത്രമാത്രം ആകർഷണീയമായ പെരുമാറ്റവും സംസാരവും ഒക്കെ ഉള്ള ഒരാളാണ്. അദ്ദേഹം ഒരു അഭിഭാഷകൻ കൂടിയായിരുന്നു. അദ്ദേഹം തൻ്റെ മകനോട് മൊബൈൽ ഫോണിൽ സംസാരിച്ചുകൊണ്ടാണ് ട്രെയിനിൻ്റെ മുന്നിലേക്ക് ചാടുന്നത്. മകനോട് ഫോൺ ചെയ്തുകൊണ്ട് പറഞ്ഞു, ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കുകയാണ്, ഞാൻ ജീവിച്ചിരിക്കുന്നതിന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും, അതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്, ട്രെയിനിന് മുന്നിൽ ചാടിയാണ് ഞാൻ ആത്മഹത്യ ചെയ്യുന്നത്, ഞാൻ ഇന്നിടത്താണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ മകനെ അലറി വിളിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അച്ഛൻ വിഷമിക്കണ്ട, നമുക്കെല്ലാം പരിഹരിക്കാം, ദയവായിട്ട് അച്ഛനെ ഒന്നും ചെയ്യരുത്, ഞങ്ങളെ അനാഥരാക്കരുത് എന്നൊക്കെ പറഞ്ഞെങ്കിലും അദ്ദേഹത്തിൻ്റെ മാനസികമായ നില വളരെ വ്യത്യസ്തമായിരുന്നു. വളരെ മാന്യനും വളരെ സത്യസന്ധനുമായ ആ മനുഷ്യൻ മൊബൈൽ ഫോൺ കൈവച്ചുകൊണ്ട് തന്നെ ട്രെയിനിന് മുന്നിലേക്ക് ചാടുന്നത്. മകൻ കേൾക്കുന്നത് അച്ഛൻ്റെ മുകളിലൂടെ കടന്നുപോയ ട്രെയിനിൻ്റെ ശബ്ദമാണ്. വളരെ ദാരുണമായ ഒരു മരണമായിരുന്നു എൻ്റെ ഈ ബന്ധുവിൻ്റെ സുഹൃത്തിൻ്റെ മരണം. ഞാൻ പല പ്രാവശ്യം അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ മുഖം എൻ്റെ മനസ്സിലുണ്ട്. അത്ര മാന്യനും നല്ലവനുമായ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. ഇനി നമുക്കൊക്കെ അറിയാവുന്ന, പ്രേക്ഷകർക്കൊക്കെ അറിയാവുന്ന മറ്റൊരാളാണ് ബ്രിട്ടാനിയ രാജൻ പിള്ള. ബിസ്ക്കറ്റ് രാജാവ് എന്നറിയപ്പെടുന്ന ബ്രിട്ടാനിയ രാജൻ പിള്ള. ബ്രിട്ടാനിയ കമ്പനിയുടെ ഭൂരിപക്ഷം ഷെയറും വാങ്ങിച്ച് ബ്രിട്ടാനിയ കമ്പനി രാജൻ പിള്ള നിയന്ത്രിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഉത്തരേന്ത്യൻ ലോബിക്കും അതുപോലെ തന്നെ യൂറോപ്പിലെ ചില വ്യവസായികൾക്കൊക്കെ മുറുമുറുപ്പ് തുടങ്ങിയിരുന്നു.
കേരളം ഇന്ത്യയിലെ തെക്കേ അറ്റത്തുള്ള ഒരു ചെറിയ സംസ്ഥാനത്ത് വളരെ ചുരുക്കം ആളുകൾ മാത്രം സംസാരിക്കുന്ന മലയാളം സംസാരിക്കുന്ന ഒരു വ്യവസായി ബ്രിട്ടാനിയ ഗ്രൂപ്പ് പിടിച്ചു എന്ന് പറഞ്ഞപ്പോൾ, അതിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തു എന്ന് പറഞ്ഞപ്പോൾ പലരുടെയും ഉറക്കം കെടുത്തി. അങ്ങനെ ഉറക്കം നഷ്ടപ്പെട്ടവരിലൊരു പ്രമുഖനായിരുന്നു മുംബൈയിലെ ഒരു തുണി വ്യവസായി, ഒരു ടെക്സ്റ്റൈൽ വ്യവസായി. അയാൾ വളരെ ബുദ്ധിപൂർവ്വം കരുക്കൾ നീക്കി. കേന്ദ്ര സർക്കാരിലെ പലരെയും അയാൾ വിലക്കെടുത്തു. അവസാനം രാജൻ പിള്ളയെ വളരെ കൗശലപൂർവ്വം അറസ്റ്റ് ചെയ്ത് തിഹാർ ജയിലിൽ അടച്ച്, ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തെ വേട്ടയാടി കൊല്ലുകയായിരുന്നു. അദ്ദേഹത്തെ കൊല്ലുകയായിരുന്നു, മരിച്ചു എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തെ കൊല്ലുകയായിരുന്നു. ഇഞ്ചിഞ്ചായ മരണമാണ് രാജൻ പിള്ളയ്ക്ക് വിധിക്കപ്പെട്ടത്. അദ്ദേഹത്തിന് മരുന്ന് കൊടുത്തില്ല, ആവശ്യമായ പരിചരണം കൊടുത്തില്ല, അദ്ദേഹത്തിൻ്റെ തണുപ്പ് സമയത്ത് കൃത്യമായിട്ട് പുതയ്ക്കാൻ നല്ലൊരു കമ്പിളി പോലും കൊടുത്തില്ല എന്നാണ് അറിയുന്നത്. അങ്ങനെ നിരവധി ആളുകൾക്ക് തൊഴിൽ കൊടുത്ത ഒരു വലിയ വ്യവസായ സാമ്രാജ്യം ഇന്ത്യയിൽ കെട്ടിപ്പടുക്കാൻ ആഗ്രഹിച്ച രാജൻ പിള്ളയുടെ മരണവും വളരെ ദയനീയമായിരുന്നു. ഏറ്റവും എന്നെ അത്ഭുതപ്പെടുത്തിയത്, രാജൻ പിള്ള തിളങ്ങി നിന്ന സമയത്ത് അദ്ദേഹത്തിനോട് ചുറ്റും എപ്പോഴും രാഷ്ട്രീയ നേതാക്കന്മാരുണ്ടായിരുന്നു. ചില രാഷ്ട്രീയ നേതാക്കന്മാർ, ചില മുൻ മന്ത്രിമാർ, ചില എം പിമാർ. രാജൻ പിള്ളയുടെ നല്ല കാലത്ത് അദ്ദേഹത്തിൽ നിന്ന് പണം വാങ്ങി മത്സരിച്ച ആളുകൾ, അദ്ദേഹത്തിൽ നിന്ന് പണം സ്വീകരിച്ച് ജീവിതം ആസ്വദിച്ച ആളുകൾ, അദ്ദേഹത്തിൻ്റെ ആതിഥ്യം സ്വീകരിച്ച ആളുകൾ, അവരൊക്കെ തിഹാർ ജയിലിൽ ഉറങ്ങാൻ കഴിയാതെ നിമിഷങ്ങൾ തള്ളി നീക്കി രാജൻ പിള്ള കഴിയുമ്പോൾ തിരിഞ്ഞു നോക്കാൻ പോലും അവർ തയ്യാറായില്ല. ഇവിടെ നമ്മുടെ ബിസിനസ്സുകാർക്കൊക്കെയുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണിത്. അതായത്, നിങ്ങളെ ചൂഷണം ചെയ്യുന്ന, നിങ്ങളെ ആശ്രയിച്ച് വളരുന്ന, അല്ലെങ്കിൽ നിങ്ങളെ ബിനാമികളാക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ മനസാക്ഷിയില്ലാത്ത ചെന്നായ്ക്കളാണ് എന്നുകൂടി മനസ്സിലാക്കണം എന്നതിൻ്റെ ഒരു ഏറ്റവും നല്ല ഉദാഹരണമാണ് രാജൻ പിള്ളയുടെ മരണം. ഞാൻ അതിലേക്ക് പോകുന്നില്ല. മറ്റൊരു പ്രധാനപ്പെട്ട മരണം എന്ന് പറയാനൊക്കത്തില്ല. രാജൻ പിള്ള ആത്മഹത്യ ചെയ്തതല്ല, അദ്ദേഹം മരിച്ചതാണ്, ഇഞ്ചിഞ്ചായി മരിച്ചതാണ്. സുബ്രത റോയ് എന്ന് പറയുന്ന ഒരു പ്രമുഖനായ വ്യവസായി, അദ്ദേഹം സഹാറ ഗ്രൂപ്പിൻ്റെ ചെയർമാനായിരുന്നു. 2023 സുബ്രത റോയ് മരിക്കുന്നത്. സുബ്രത റോയും കടുത്ത മാനസിക സംഘർഷം അനുഭവിച്ച് മരിക്കുകയായിരുന്നു, അല്ലാതെ ആത്മഹത്യ ചെയ്യുമായിരുന്നില്ല. 75-ാമത്തെ വയസ്സിലാണ് സുബ്രത റോയ് മരിക്കുന്നത്. സിബിയുമായുള്ള ചില നിയമയുദ്ധങ്ങളാണ് സുബ്രത റോയിയെ ജയിലിലേക്ക് ആനയിച്ചത്. 24,000 കോടി രൂപയുടെ തട്ടിപ്പാണ് സുബ്രത റോയ് സഹാറ ഗ്രൂപ്പിൻ്റെ പേരിൽ നടത്തിയത്, നിക്ഷേപം സ്വീകരിച്ച് നിക്ഷേപകരെ വഞ്ചിച്ചത് എന്നാണ് പറയുന്നത്. എന്തായാലും ശരി, സുബ്രത റോയിയുടെ ബിസിനസ് സാമ്രാജ്യം അടച്ചുപൂട്ടി, അദ്ദേഹം ജയിലിലടച്ചു. ദീർഘകാലം നീണ്ടുനിന്ന നിയമയുദ്ധമുണ്ടായി. അവസാനം ഒന്നുമില്ലാത്ത ഒരാളായി, നിസ്വനായി സുബ്രത റോയ് 2023 അന്തരിക്കുകയാണ് ചെയ്തത്. ഓരോ നിമിഷവും വളരെ ദുഃഖിച്ചാണ് സുബ്രത റോയ് തള്ളിവിട്ടത് എന്നാണ് ആ കാലഘട്ടത്തിൽ ഞാൻ വായിച്ച ചില ലേഖനങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാനിത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് സുബ്രത റോയും ഡോക്ടർ CJ റോയും തമ്മിലുള്ള ചില താരതമ്യങ്ങൾ മാത്രം പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മുന്നിൽ വയ്ക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവരുടെ രണ്ടുപേരുടെയും പ്രത്യേകത, രണ്ടുപേരും വളരെ കരിഷ്മാറ്റിക് ലീഡർഷിപ്പുള്ള ആളുകളായിരുന്നു. അവർ രണ്ടുപേരും കണ്ടാൽ നല്ല സുന്ദരന്മാരായിരുന്നു, വളരെ ഡൈനാമിക് ആയിരുന്നു. അവരുടെ ലീഡർഷിപ്പ്, അവരെ സ്വയം ബ്രാൻഡ് ചെയ്തുകൊണ്ടാണ് അവരവരുടെ വ്യവസായ ശൃംഖല കെട്ടിപ്പടുത്തത്. അത് സഹാറ ഗ്രൂപ്പിലും അവർ ബ്രാൻഡ് ചെയ്തിരുന്നത്, മുന്നിൽ നിർത്തിയിരുന്നത് സുബ്രത റോയിയെ തന്നെയാണ്. അതുപോലെ തന്നെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ബ്രാൻഡും തീർച്ചയായിട്ടും ഡോക്ടർ CJ റോയി ആയിരുന്നു. രണ്ടുപേരും സ്വയം ബ്രാൻഡ് ചെയ്തുകൊണ്ട് തന്നെ അവരുടെ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. എന്നാൽ ഇവർക്ക് രണ്ടുപേർക്കുണ്ടായിരുന്ന മറ്റൊരു പ്രത്യേകത, മനഃശാസ്ത്രപരമായ ഒരു പ്രത്യേകത, ഫൗണ്ടേഴ്സ് സിൻഡ്രം എന്നറിയപ്പെടുന്ന, എന്നാണ് അതിനെ പറയുന്നത്, ഒരു കേന്ദ്രീകൃത മനഃശാസ്ത്രമാണ്. എല്ലാം തന്നിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കണം, അതിനപ്പുറം ഒന്നും അവർ സമ്മതിക്കില്ല. അപ്പോൾ തന്നിലേക്ക് കേന്ദ്രീകൃതമായ ഒരു വ്യവസായ ശൃംഖല കെട്ടിപ്പടുക്കുമ്പോൾ അതിന് പരിമിതികളുണ്ട്. ഇപ്പോൾ അദാനി ഗ്രൂപ്പായാലും അംബാനി ആയാലും ടാറ്റ ആയാലും ബിർള ആയാലും ഏതെങ്കിലും ഒരു വ്യക്തിയിൽ കേന്ദ്രീകൃതമല്ല, മറിച്ച് അതൊരു വലിയ കമ്പനിയാണ്, ഗവൺമെൻറ് പോലെ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. പക്ഷേ സുബ്രത റോയും അതുപോലെ തന്നെ ഡോക്ടർ CJ റോയും അവരിൽ കേന്ദ്രീകൃതമായ ഒരു ബിസിനസ്സാണ് അവർ വളർത്തിയെടുത്തത്. എന്ന് പറഞ്ഞാൽ കമ്പനി ഞാൻ തന്നെ, ഇതായിരുന്നു അവരുടെ നിലപാട്. ഐ ആം ദ സ്റ്റേറ്റ് എന്നൊക്കെ പറയുന്ന പോലെ കമ്പനി എന്ന് പറഞ്ഞാൽ ഞാനാണ് കമ്പനി എന്ന് പറയണം. അപ്പം തന്നെ മാത്രം ആശ്രയിച്ച് നിൽക്കുന്ന ഒരു കമ്പനി, തൻ്റെ കരിഷ്മയിൽ നിലനിൽക്കുന്ന ഒരു കമ്പനി, തൻ്റെ സാമർഥ്യത്തിലും കഴിവിലും നിലനിൽക്കുന്ന ഒരു കമ്പനി. അതിനപ്പുറം ഒരു കമ്പനിയെ കാണാൻ സുബ്രത റോയ്ക്കും കഴിഞ്ഞില്ല, CJ റോയ്ക്കും കഴിഞ്ഞില്ല. പിന്നെ ഇവരുടെ രണ്ടുപേരുടെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത്, ഇവരൊരിക്കലും അധികാരം ഡെലിഗേറ്റ് ചെയ്യില്ല. സുബ്രത റോയ്ക്ക് ഒരു രണ്ടാമനെ കാണാനില്ലായിരുന്നു, എല്ലാം സുബ്രത റോയിൽ കേന്ദ്രീകൃതമായിരുന്നു. ഇവിടെ CJ റോയിലേക്ക് വരുമ്പോഴും
എല്ലാം CJ റോയിൽ കേന്ദ്രീകൃതമായിരുന്നു. അപ്പോൾ അവരിൽ കേന്ദ്രീകൃതമായിരുന്ന ഒരു ബിസിനസ്സാണ് അവർ നടത്തിക്കൊണ്ടിരുന്നത്. മറ്റ് സഹായികളെയൊന്നും അവർ എൻ്റർടൈൻ ചെയ്യുമായിരുന്നില്ല. രണ്ടാമനായ ഒരാളെ അവർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സ്ഥാപനത്തിൻ്റെ അന്ത്യമായി മാറുന്ന ചിത്രമാണ് സഹറയിൽ കാണാൻ കഴിഞ്ഞത്. കോൺഫിഡൻറ്റ് ഗ്രൂപ്പിലും തീർച്ചയായിട്ടും അതുതന്നെയാണ് കാണാൻ കഴിയുന്നത്. പിന്നെ മറ്റൊരു പ്രത്യേകത, ഇവർ അധികാരം ഒരിക്കലും ഡെലിഗേറ്റ് ചെയ്യില്ല. എല്ലാം തങ്ങളിലേക്ക് കേന്ദ്രീകരിക്കണം എന്നാഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ അവർ അധികാരം മറ്റൊരാളിലേക്ക് ഡെലിഗേറ്റ് ചെയ്യില്ല. രണ്ടുപേരും അധികാരം ആരിലും ഡെലിഗേറ്റ് ചെയ്യാതെ അവരിൽ തന്നെ ഒതുക്കി നിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സംവിധാനമാണ് സ്വീകരിച്ചത്. പിന്നെ ഇവരുടെ രണ്ടുപേരുടെയും മറ്റൊരു വലിയ പ്രത്യേകത, സുഹൃത്തുക്കളുടെ ആകട്ടെ ജീവനക്കാരുടെ ആകട്ടെ, അവർ ക്രിട്ടിക്കൽ തിങ്കിങ് അനുവദിക്കില്ല. അവരെ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് ആകുമ്പോൾ അവരുടെ പ്രവർത്തന ശൈലിയെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയും, അല്ലെങ്കിൽ വിമർശനങ്ങൾ പറയും. ഒരിക്കലും അതൊന്നും അവർ സഹിക്കില്ല. ക്രിട്ടിക്കൽ തിങ്കിങ്ങേ അവർ അനുവദിക്കത്തില്ല. സുഹൃത്തുക്കളുടെ ആയാലും ശരി, ജീവനക്കാരുടെ ആയാലും ക്രിട്ടിക്കൽ തിങ്കിങ് അവർ ബ്ലോക്ക് ചെയ്യും. അതാണ് ഇവരുടെ രണ്ടുപേരുടെയും പ്രത്യേകതകൾ ഉണ്ടായിരുന്നത്. ഇവർ പ്രതീക്ഷിക്കുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഇമോഷണൽ ലോയൽറ്റി. വൈകാരികമായി അവരോട് ചേർന്ന് നിൽക്കുന്നവരെ മാത്രം, അവർ ജീവനക്കാരായാലും ശരി സുഹൃത്തുക്കളായാലും ശരി, വൈകാരികമായ ഒരു ബന്ധം മാത്രമാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഇതിവരുടെ രണ്ടുപേരുടെയും പ്രത്യേകതകളാണ്. എന്തായാലും ശരി, ആഡംബര സ്വപ്നങ്ങളും നിയന്ത്രണമില്ലാത്ത ആത്മവിശ്വാസം നല്ലതാണ്. അത് നിയന്ത്രണമില്ലാതെ പോയാൽ അപകടം ചെയ്യും. ആഡംബര സ്വപ്നങ്ങളും നിയന്ത്രണമില്ലാത്ത ആത്മവിശ്വാസവും തകർത്ത ഒരു ജീവിതമാണ് ഡോക്ടർ CJ റോയിയുടെ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനെക്കുറിച്ചുള്ള എൻ്റെ ചില നിഗമനങ്ങൾ, നിരീക്ഷണങ്ങൾ തീർച്ചയായിട്ടും അടുത്ത ഒരു വീഡിയോയിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.